ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തമ്മിലിൽ കണ്ട പോലെ വളരെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ളൊരു സ്മോൾ വ്ളോഗാണ്. കുറച്ച് കാലമായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റും സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വെറുതെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ കണ്ട എൻ്റെ ഹെയർ സ്റ്റൈല് എനിക്ക് പണി കിട്ടിയതാണ്. ഈ ചീപ്പ് വെച്ച് പണി കിട്ടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ ഗേൾസ്? പ്രഭു ഇത് വെച്ച് എൻ്റെ തലയിൽ എന്തോ പരീക്ഷിച്ചതാണ്. ഞാനാണെങ്കിൽ നിന്നും കൊടുത്തു, പ്രഭുവിന് ബുദ്ധിയുള്ളയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എപ്പോഴത്തെയും പോലെ തന്നെ പണി കിട്ടി ആ ചീപ്പ് കാരണം. അങ്ങനെ പിന്നെ വെട്ടിമുറിച്ചെടുക്കേണ്ടി വന്നു. ഭാഗ്യത്തിന് ഞാൻ കാണിച്ച അത്ര മുടിയെ പോയുള്ളൂ. ബാക്കിയൊക്കെ പ്രഭുവിനെ കൊണ്ട് തന്നെ ഞാൻ അടുപ്പിച്ചു. ബുദ്ധിയുള്ളതുകൊണ്ട് കുറേ കഴിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ മീഷോന്ന് വാങ്ങിയ ഒരു സാധനമാണിത്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കളർ കേട്ടോ, സംഭവം യൂസ്ഫുള്ളാണ്. പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ നേരത്ത് സൈറ്റിൽ കാണുന്ന കളറിലല്ല ഇത് വന്നേക്കുന്നത്. ഒരു പാണ്ടി കളറ്, ഒരു സുഖമില്ല. പക്ഷെ ഞാനത് റിട്ടേൺ ഒന്നും ചെയ്തില്ല. എന്തായാലും ബേബിയുടെ കുറച്ച് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് മതി എന്ന് വിചാരിച്ച് അങ്ങനെ ഈ സമയത്ത് ഓർഡർ ചെയ്ത അവസാനത്തെ പ്രോഡക്റ്റ് എത്തി. അപ്പോൾ ഗൈസ്, ഇന്നൊരു സാധാ സിമ്പിൾ ഡേ ആയിരുന്നു. ഡാഡി വർക്ക് പ്ലേസിൽ നിന്ന് ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നാളെ പ്രഭുവിൻ്റെ അമ്മ, ചേച്ചി, തമ്പു, അമ്മായിയൊക്കെ വരും. അപ്പോൾ ഞാൻ നാളെ ഒരു വ്ളോഗ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഞാൻ അതിൽ കാണിച്ചുകൊണ്ടൊരു വ്ളോഗ് എടുക്കാം. അപ്പോൾ നാളത്തെ വ്ളോഗ് എല്ലാവരും കാണണം. എസ്പെഷ്യലി എൻ്റെ Q&Aക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തന്ന എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടി എന്തായാലും കാണണം. ഞാൻ പ്രത്യേക ഫാഷനിൽ ഇരിക്കുന്നത് എൻ്റെ ഫേസിലേക്ക് കുറച്ച് ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് അപാകത തോന്നിയാലും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒക്കെ Q&A എന്ന് പറഞ്ഞ് ഇടാറുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴൊക്കെ എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് കുറേ പേര് കാണും, പക്ഷേ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിൽ വീട്ടിൽ തന്നെ 4 പേര് ചോദിക്കും, പിന്നെ ഏതെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് 3 പേര് ചോദിക്കും, അത്രയേ ഉള്ളൂ. സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് നാറുന്ന പരിപാടി ഞാൻ നിർത്തി. പക്ഷേ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടും, കാരണം യൂട്യൂബ് അങ്ങനെ ജെന്യുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് തന്നെ വലിയ ഉറപ്പില്ല, അപ്പോൾ വെറുതെ അങ്ങ് ഇടും. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തിയതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയാൽ ഐ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആപ്പിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ റാൻഡമായിട്ടൊരു Q&A പോസ്റ്റ് ഇട്ടു. ആൻഡ് ഓൾസോ ഏതൊരു വീഡിയോൻ്റെ അടിയിൽ എൻ്റെ സബ്സ്ക്രൈബറാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കുട്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഇഫ് യു ആർ മൈ സബ്സ്ക്രൈബർ. അപ്പോൾ ഞാൻ ഫാമിലി വ്ളോഗായിട്ട് ഞാൻ നാളെ വരാം, അതായിരിക്കും സൗകര്യം. എല്ലാവരും നാളെയാണ് വരുന്നത് വീട്ടിലേക്ക്. ആൻഡ് അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻസ്, കരിയർ, പിന്നെ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി, അതൊക്കെ പിന്നീട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് ഖണ്ഡമായിട്ട് പറയാനായിട്ട് കുറേ ഉണ്ടാവുള്ളൂ. എക്സ്പീരിയൻസ് ഒക്കെ വേണമല്ലോ. സോ അത് ഞാൻ അപ്പം ചെയ്യാം. അപ്പോൾ ഗൈസ്, ഹിയർ കംസ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഇത് ഭയങ്കര ഷോർട്ടായിട്ടൊരു വീഡിയോ ആയിരുന്നു. ഈ ചുമ്മാ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഞാൻ അൺഫിൽറ്റേർഡ് ഈവനിങ് എന്ന് ഉദ്ദേശിച്ച ആ തമ്പനയിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര അൺഫിൽറ്റേർഡാണ്, എനിക്ക് ഫിൽറ്ററും ഇല്ല, മേക്കപ്പും ഇല്ല. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചന്തക്കോലത്തിൽ വന്ന് വീഡിയോ എടുക്കുന്നത്. സോ എനിവേ, നാളത്തെ വ്ളോഗ് എല്ലാവരും കാണുക കേട്ടോ. ഐ ആം ഓൾസോ വെയിറ്റിംഗ് ടു മീറ്റ് മൈ ഫാമിലി. തമ്പു വരുന്നുണ്ട്. ഒരു 1-2 മാസമായി തമ്പുവിനെ കണ്ടിട്ട്. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. പ്രഭുവിനെ ഞാൻ തമ്പനയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് K-pop രൂപത്തിൽ റീച്ച് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ആള് വീഡിയോ എടുക്കാൻ വന്നില്ല, കോളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി. അപ്പോൾ ഗൈസ്, ബൈ.